കേരള കോൺഗ്രസിൻ്റെ തട്ടകമാണ് പാലാ, പ്രത്യേകിച്ച് പാലാ നഗരസഭ. പാലാ നഗരസഭയുടെ രൂപീകരണ കാലം മുതൽ ഇങ്ങോട്ടേക്ക് കേരള കോൺഗ്രസിൻ്റെ ആധിപത്യമുള്ള കാലമാണ്. അതായത് മുന്നണികൾ പലതും മാറിയെങ്കിൽ കൂടിയും എപ്പോഴും കേരള കോൺഗ്രസ് നയിക്കുന്ന സംവിധാനമാണ് പാലാ നഗരസഭയിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന കേരള കോൺഗ്രസ് എം അവിടെ ഇടതുമുന്നണിക്ക് വേണ്ടി വീണ്ടും ഭരണം നിലനിർത്തി. ഇത്തവണയും അത് തിരിച്ചു പിടിക്കാൻ പക്ഷേ UDFിൻ്റെ വലിയ ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം പാലാ നിയമസഭാ മണ്ഡലത്തിലെ കേരള കോൺഗ്രസിൻ്റെയും ഇടതുമുന്നണിയുടെയും തോൽവി ആ രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത്. മാണി ഗ്രൂപ്പിൻ്റെ കരുത്തിൽ പാലാ നിലനിർത്താനുള്ള പോരാട്ടം ഇടതുമുന്നണിയും ഇത്തവണയും നടത്തുന്നുണ്ട്. ചെയർമാൻ പദവി ഇത്തവണ വനിതാ സംവരണമാണ്. അവിടെയാണ് ഒരു നിർണായക ചോദ്യമുണ്ടാകുന്നത്. ജോസ് കെ മാണിയുടെ പത്നി നിഷ ജോസ് കെ മാണി അവിടെ മത്സരിക്കാൻ കളത്തിലിറങ്ങുമോ എന്ന അഭ്യൂഹം പ്രചരിക്കുകയാണ്. ചില കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെയാണ് ഈ വാർത്തകൾ പുറത്തുവിടുന്നത്. ഇത്തവണ വനിതാ സംവരണം എന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. മറ്റൊന്ന്, നിഷ ജോസ് കെ മാണി നേരത്തെ തന്നെ നിയമസഭയിൽ അടക്കം മത്സരിച്ചേക്കുമെന്ന സൂചനകളും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നിഷയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് വഴി ഒരുക്കുന്നതാവുമോ ഇത്തവണത്തെ പാലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. 26-ൽ 17 സീറ്റും നേടിയായിരുന്നു കഴിഞ്ഞ തവണ ഇടതുമുന്നണി ഭരണം പിടിച്ചത്. അതേസമയം കാലാവധി തീരും വരെ LDFിൽ ഉണ്ടായ തമ്മിലടികൾ പാലായെ വാർത്തകളിൽ പലതവണ നിറയ്ക്കുകയും ചെയ്തിരുന്നു. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പാലാ കേരള കോൺഗ്രസിന്റെ അഭിമാനമാണ്. കേരളത്തിലെ ഏത് രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായപ്പോഴും കേരള കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് ആ മണ്ഡലത്തിൽ പാല പിടിക്കാനായതും കേരള കോൺഗ്രസിന്റെ മികവിലാണ്. ഇത്തവണയാണ് പ്രസക്തമായ ചോദ്യം ഉണ്ടാകുന്നത്. കാരണം മാണി സി കാപ്പൻ എന്ന ഒരു UDFിന്റെ ഭാഗമായിരിക്കുന്ന MLA ഉള്ളയിടം മാണി സി കാപ്പനും കോൺഗ്രസും ഒക്കെ ചേരുന്ന ഒരു സഖ്യം അവിടെ കേരള കോൺഗ്രസിനും CPM-നുമെതിരെ വലിയ നീക്കം നടത്തുന്ന ഇടം കൂടിയാണ്. അങ്ങനെയെങ്കിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. 1. 2, എന്തുകൊണ്ട് നിഷ ജോസ് കെ മാണിയുടെ പേര് ചർച്ചയിൽ ഉയരുന്നു? സജിത്ത്, ഏറ്റവും കൗതുകരമായിട്ടുള്ള ഒരു പേര് അത് തന്നെയാണ്. അത് ഈ വനിതാ സംവരണം ആയി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം ഇത്തരം പ്രചരണങ്ങൾ വരുന്നത്. ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്തയായി വരികയും ചെയ്തു. പാലയിൽ നിഷ ജോസ് കെ മാണിയുടെ നേരത്തെ സജിത്ത് ചൂണ്ടിക്കാണിച്ച പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ നിഷ ജോസ് കെ മാണിയുടെ പേര് ഉയർന്നു വന്നിരുന്നതാണ്. ഇപ്പോഴും അത് ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ചുകൂടി സാധ്യതയോടുകൂടി ചില നേതാക്കളെങ്കിലും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എതിർചേരിയിലുള്ളവരും നിഷ ജോസ് കെ മാണി ഇറങ്ങുന്നു എന്ന വിവരം ആ നിലയിൽ ചർച്ച വരുന്നുണ്ട്. എന്തായാലും ഇതിൽ ഇനിയും വ്യക്തത വരേണ്ട കാര്യം തന്നെയാണ്. ഇതൊരു അഭ്യൂഹമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്തായാലും സജിത്ത്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിഷ വന്നാലും വന്നില്ലെങ്കിലും വലിയ രാഷ്ട്രീയ പോരാട്ടം, കോട്ടയത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോരാട്ടം എവിടെ എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം നൽകാൻ കഴിയുന്നത് പാലാ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പാലായിലെ ഓരോ ചലനവും കഴിഞ്ഞ 5 വർഷവും നമുക്കറിയാം തുടക്കം മുതലുണ്ടായിട്ടുള്ള ചലനങ്ങൾ വാർത്തകളിൽ ഇടം നേടിയ ഒരു സ്ഥലം കൂടിയാണ്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ഈ മുൻ ചെയർമാൻ KM മാണിക്കൊപ്പം ഉണ്ടായിരുന്ന കുര്യാക്കോസ് പടവനെയൊക്കെ ഒപ്പം നിർത്തിയായിരുന്നു ജോസഫ് വിഭാഗം കളം പിടിക്കാനിറങ്ങിയത്. കോൺഗ്രസും തങ്ങൾക്ക് കരുത്തുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അത് നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ 17-9 എന്ന നിലയിൽ വിജയിക്കാൻ ഇടതിന് കഴിഞ്ഞത്. പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗത്തിന്റെ കരുത്തുണ്ട്. പക്ഷെ അവിടെയാണ് ചില സീറ്റുകളിൽ വളരെ ചെറിയ വോട്ടുകൾക്കാണ് തോറ്റത് എന്നുള്ളതാണ് UDFിന്റെ ഇത്തവണത്തെ ഒരു ആത്മവിശ്വാസം. രാഷ്ട്രീയ സാഹചര്യം മാറി മറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മികച്ച സ്ഥാനാർത്ഥി നിർണയത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പാലാ തങ്ങൾക്കൊപ്പം എത്തുമെന്ന് UDF കരുതുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യം. അവിടെയാണ് കൂടുതൽ കരുത്തിയായ. ഈ കഴിഞ്ഞ തവണ ഏതാണ്ട് 4-5 വർഷമുണ്ടെങ്കിൽ പലതവണ ഈ ചെയർമാൻമാർ മാറുന്നു. കേരള കോൺഗ്രസ് എമ്മിലെ തന്നെ പലർ മാറി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഉണ്ടായ ചെയർമാൻഷിപ്പ് മാറ്റവുമായി ബന്ധപ്പെട്ട് പോലും കേരള കോൺഗ്രസ് എമ്മിൽ പല തർക്കങ്ങളുമുണ്ട്. അങ്ങനെ അവിടെ അടിത്തട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നത് കഴിഞ്ഞ ഒരു ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെല്ലാം നമ്മൾ കണ്ടതുമാണ്. ഇതിനിപ്പം CPM-ൽ ഉണ്ടായിരുന്ന ബിനു പുളികകണ്ഠത്തെ പാർട്ടി പുറത്താക്കുന്നു. ബിനു കറുത്ത ഷർട്ടിട്ട് വരുന്നു. ബിനു പുളികകണ്ഠവും ബൈജു കൊല്ലംപറമ്പിലും തമ്മിലുണ്ടായ തമ്മിലടി, എയർപോർട്ട് വിവാദം, അങ്ങനെ ഇടതുമുന്നണിക്കുള്ളിൽ കഴിഞ്ഞ 5 വർഷവും നിറഞ്ഞു നിന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതും UDF പ്രതീക്ഷയായി കാണുകയാണ്. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ അടിവേര് ഉള്ള സ്ഥലമാണ് പാല എന്ന് പറയുന്നു. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പല തെരഞ്ഞെടുപ്പുകളിലും UDFന് കൃത്യമായ ആധിപത്യം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് പാലാ നഗരസഭ ഉൾപ്പെട്ട സ്ഥലം എന്നത് അവർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു ഘടകം കൂടിയാണ്. എന്തായാലും പാലായിലെ ഈ തെരഞ്ഞെടുപ്പ്
തൊട്ടടുത്ത് നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിരുന്ന ഒരു വാർത്തയാണ് ജോസ് കെ മാണി ഒരുപക്ഷെ കടുത്തുരുത്തിയിലേക്ക് മാറുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ. അത്തരം മാറ്റങ്ങൾക്ക് പോലും നിർണായകമാകാൻ സാധ്യതയുള്ളതാണ് പാലാ നഗരസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒപ്പം തന്നെ ഇടതുമുന്നണിക്കുള്ളിൽ കേരള കോൺഗ്രസ് എമ്മും CPM-നുള്ളിലും ഉണ്ടായ പ്രശ്നങ്ങൾ പലപ്പോഴും സംസ്ഥാന നേതൃത്വം പോലും ഇടപെട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പാലായിൽ ജയിക്കുക എന്നുള്ളത് CPM-ന്റെയും കേരള ജോസ് വിഭാഗത്തെ ഇപ്പുറത്ത് നിർത്തുന്നതിൽ CPM-ന്റെ റോളും വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നു. അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു മത്സരമായി പാലാ മാറുകയാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്, നിഷ ജോസ് കെ മാണി മത്സരിക്കാൻ ഇറങ്ങുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നു എന്നത് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. അവർ മനസ്സ് എന്താ പറയുക, അങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കി പാർട്ടി ഒരു അന്തിമമായ തീരുമാനം ഒന്നും എത്തിയിട്ടില്ല. പക്ഷെ ആ പാർട്ടിയിലുള്ള നേതാക്കളും ഇപ്പുറത്തുള്ള എതിർചേരിയിലുള്ളവരൊക്കെയും ഈ തന്ത്രങ്ങൾ പലതും അപ്പുറത്തുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. ആ നിലയിൽ രണ്ട് വിഭാഗങ്ങളിലുള്ളവരിൽ നിന്നും ഇങ്ങനെ ചില ചർച്ചകൾ അല്ലെങ്കിൽ ചില വർത്തമാനങ്ങൾ നടക്കുന്നുണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട്. പക്ഷെ അതിലൊരു അന്തിമമായ വ്യക്തത ഇനിയും വരാനുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാലായിലായിരിക്കും കോട്ടയത്തെ ഏറ്റവും തീപാറുന്ന പോരാട്ടം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കുക. സജിത്ത്, ശ്രീജിത്ത്, ഈ വാർത്തയുടെ ഒരുപക്ഷെ ഏറ്റവും വലിയ കൗതുകം നിഷ ജോസ് കെ മാണി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യം തന്നെയായിരിക്കും. ഈ നിഷ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പ്രവേശനം യഥാർത്ഥത്തിൽ ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ചയായിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് KM മാണിയുടെ മരണശേഷം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിഷ ജോസ് കെ മാണി മത്സരത്തിന് വരും എന്ന ചില സൂചനകൾ അന്ന് തന്നെ ഉണ്ടായതാണ്. പക്ഷേ ജോസ് ടോം എന്ന മറ്റൊരു സ്ഥാനാർത്ഥി വരിക, അതാണ് സംഭവിച്ചത്. പിന്നീട് ജോസ് കെ മാണിയോട് മത്സരിക്കാനും വരുന്നു. അപ്പോൾ ജോസ് കെ മാണിയുടെ പത്നിയുടെ രാഷ്ട്രീയ പ്രവേശനം എന്നും എക്കാലവും ചർച്ചകൾ ഉണ്ടായിരുന്നതാണ്. കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ ഇതെപ്പോഴും എപ്പോഴും സംഭവിച്ചേക്കാം എന്നൊരു സാധ്യത പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ ഒരു നിയമസഭയ്ക്കപ്പുറം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാഗ്യം പരീക്ഷിക്കാനുള്ള ജോസ് കെ മാണിയുടെ ഭാര്യയുടെ നിഷ ജോസ് കെ മാണിയുടെ സാധ്യത അത് തള്ളിക്കളയാതിരിക്കാൻ പല കാരണങ്ങൾ കൂടിയുണ്ടല്ലോ. ഉദാഹരണത്തിന് നോക്കൂ, കേരള കോൺഗ്രസിന് തന്നെ ഭരണം കിട്ടിയെന്ന് കരുതുക. പക്ഷേ അവിടുത്തെ ചെയർമാൻഷിപ്പിൽ ഒരു വനിതകളാണെങ്കിൽ അല്ലെങ്കിൽ പുരുഷനാണെങ്കിലും ഒരു ടീമിൽ ഒരുപക്ഷെ ഓരോ വർഷവും തന്നെ ചെയർമാൻഷിപ്പ് മാറുന്ന സാഹചര്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്താ, അത് കേരള കോൺഗ്രസിനകത്തെ തർക്കങ്ങളൊക്കെയാണ്. 5 വർഷവും തുടർച്ചയായി ഒരു ചെയർമാന് ചുമതല കൊടുക്കാൻ പുതിയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് കഴിയുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നിഷ ജോസ് കെ മാണിയെ പോലെ ഒരാൾ വരിക, ഭരണം കിട്ടുകയാണെങ്കിൽ ചെയർമാൻഷിപ്പിലേക്ക് വരിക, 5 വർഷവും നിൽക്കുക, അതൊരു ഐക്കണാകുക, അങ്ങനെ രാഷ്ട്രീയ പ്രവേശനം സാധ്യമാവുക. അങ്ങനെ ഒരു മാറ്റം കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഈ ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. അങ്ങനെ തന്നെയാണോ കോട്ടയത്തെ ചർച്ചകൾ? തീർച്ചയായും ഇത് അനൗദ്യോഗികമായി അത്തരം സാധ്യതകൾ പറയുന്നുണ്ട് സജിത്ത്. പക്ഷേ ഒരു ഔദ്യോഗികമായ വിവരം അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് വേറെ കാര്യം കൂടിയുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരിക്കാം, ഒരു പക്ഷേ ഇനി അല്ലായിരിക്കാം. എന്തായാലും അതൊരു പ്രഖ്യാപനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ. അന്തിമമായി സ്ഥിരീകരിക്കാവുന്ന നിലയിലേക്ക് എത്തിയില്ല എന്നുള്ളൂ.